ഗുഡ് മോർണിംഗ് ഓൾ. സോ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിഫറെന്റ് മെത്തേഡ്സ് ഓഫ് ഡേറ്റ കളക്ഷൻ വരെയാണ് പറഞ്ഞു നിർത്തിയത് അല്ലേ? ഡേറ്റ കളക്ഷനും അതിന്റെ മെറിറ്റ്സും ഡിമെറിറ്റ്സും ഒക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്ത് വെച്ചിരുന്നത്. അപ്പൊ അത് ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്തതിന് ശേഷം മാത്രം നമുക്ക് പുതിയ ടോപ്പിക്സ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ നിങ്ങൾ ജസ്റ്റ് വീഡിയോ ഒന്ന് പോസ് ചെയ്ത് ഒന്ന് റിവൈസ് ചെയ്യാനായിട്ട് കുറച്ച് ടൈം എടുക്കുക കേട്ടോ. ഓക്കെ, അപ്പൊ ഇവിടെ ഓക്കെ, സോ നമ്മൾ ക്വസ്റ്റ്യനെയറിനെ കുറിച്ച് പഠിച്ചു അല്ലേ? അതായത് നമുക്ക് ക്വസ്റ്റ്യനെയർ ഉണ്ടാക്കിയിട്ടായിരിക്കും നമ്മൾ നോർമലി സർവേയിൽ ഡേറ്റയൊക്കെ കളക്ട് ചെയ്യുന്നതെന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കുക, നമ്മളിപ്പോ ഒരു ക്വസ്റ്റ്യൻ തയ്യാറാക്കി കഴിഞ്ഞ് ആ ക്വസ്റ്റ്യനെയർ ഡയറക്റ്റ് ആയിട്ട് ഒരു വലിയ കൂട്ടം ആൾക്കാരുടെ കയ്യിലേക്ക് കൊടുത്താൽ അതിന്റെ പ്രോബ്ലംസ് എന്തൊക്കെയാണ്, അതിനകത്ത് ഇനി എന്തൊക്കെ കറക്ഷൻസ് ആണ് നമ്മൾ വരുത്തേണ്ടത്, ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും നമുക്ക് മനസ്സിലാവില്ല അല്ലേ? അപ്പൊ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുന്നേ? നമ്മൾ ഒരു വലിയ ഗ്രൂപ്പിന്റെ ഇടയിലേക്ക് ഈ ക്വസ്റ്റ്യനെയർ കൊടുക്കുന്നതിന് മുൻപ് നമ്മൾ ആ ഒരു ചെറിയ ഗ്രൂപ്പിലേക്ക് നമ്മൾ ഈ ക്വസ്റ്റ്യൻസ് കൊടുത്ത് അവരുടെ കയ്യിൽ നിന്ന് ആൻസറുകൾ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഡേറ്റ കളക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കും. അപ്പൊ ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് പൈലറ്റ് സർവേ അല്ലെങ്കിൽ പ്രീ ടെസ്റ്റിംഗ് ഓഫ് ദ ക്വസ്റ്റ്യനെയർ എന്ന് പറയുന്നത്. ആ പേരിനകത്ത് തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും, പ്രീ ടെസ്റ്റിംഗ് ആണ്. നിങ്ങൾക്ക് പ്രീയും പോസ്റ്റും എന്താണെന്നൊക്കെ അറിയായിരിക്കുമല്ലോ. ഒരു കാര്യം നടക്കുന്നതിന് മുൻപുള്ള കാര്യങ്ങളെ പ്രീ എന്നും ശേഷമുള്ള കാര്യങ്ങളെ നമ്മൾ പോസ്റ്റ് എന്നുമാണ് പറയുന്നത്. അപ്പൊ ഇവിടെ ഒരു ക്വസ്റ്റ്യനെയർ തയ്യാറാക്കി കഴിഞ്ഞ് നമ്മൾ ഡയറക്റ്റ് ആയിട്ട് അത് ആൾക്കാരിലേക്ക് അപ്ലൈ ചെയ്യുകയല്ല ചെയ്യുന്നത്, ആൾക്കാർക്ക് ഇത് കൊടുത്തു വിടുക അല്ല ചെയ്യുന്നത്. പിന്നെ നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മള് ആദ്യം ഒരു ചെറിയ ഗ്രൂപ്പിലേക്ക് ഇത് കൊടുക്കും. ആ ചെറിയ ഗ്രൂപ്പ് ഈ ക്വസ്റ്റ്യൻസ് നോക്കി അവർക്ക് അവരതിനുള്ള ആൻസേഴ്സ് തരാനായിട്ട് നോക്കും. അപ്പൊ ഈ ഒരു രീതിയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഓക്കെ, അപ്പൊ ഈ ഒരു രീതി നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പൊ ഇതിനെയാണ് നമ്മൾ പൈലറ്റ് സർവേ അല്ലെങ്കിൽ പ്രീ ടെസ്റ്റിംഗ് ഓഫ് ദ ക്വസ്റ്റ്യനെയർ എന്ന് പറയുന്നത്. അപ്പൊ പൈലറ്റ് സർവേ നമുക്ക് എന്തിനാണ് നമ്മൾ പൈലറ്റ് സർവേ ഉപയോഗിക്കുന്നതെന്ന് ചോദിച്ചാൽ, നമുക്കൊരു സർവേയെ കുറിച്ചിട്ടുള്ള ആ ഒരു പ്രാഥമികമായിട്ടുള്ള ഐഡിയ കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പറയുന്ന പൈലറ്റ് സർവേ ഉപയോഗിക്കാം. നിങ്ങൾ പൈലറ്റ് എന്ന് ഓർക്കുമ്പോൾ വേറെ മീനിങ് ഒന്നും അതിന് കൊടുക്കാൻ നിൽക്കേണ്ട. പൈലറ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഒരു ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ഉള്ള ഇൻഫർമേഷൻ കളക്ട് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പൊ ഒരു സർവേ നമ്മൾ കൊടുക്കുമ്പോൾ ആ ഒരു ക്വസ്റ്റ്യനറിന് എന്തെങ്കിലും കുഴപ്പങ്ങൾ ഉണ്ടെങ്കിൽ അതൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു പൈലറ്റ് സർവേ ഹെൽപ്പ് ചെയ്യും. അപ്പൊ അതാണ്. അപ്പൊ അത് ഒരു ക്വസ്റ്റ്യനെയറിന്റെ പ്രീ ടെസ്റ്റിംഗ് ആണ് ഉദ്ദേശിക്കുന്നത്. അതായത് ആ ക്വസ്റ്റ്യനെയർ ഒരു കൂട്ടം വലിയൊരു കൂട്ടം ആൾക്കാരുടെ ഇടയിലേക്ക് കൊടുക്കുന്നതിന് മുൻപ് നമ്മൾ അതൊരു സ്മോൾ പോപ്പുലേഷന്റെ ഇടയിൽ, ഒരു സ്മോൾ ഗ്രൂപ്പിനിടയിൽ ഇത് കൊടുത്തിട്ട് ഇതിലെന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ, ഈ ക്വസ്റ്റ്യനെയറിന് എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ മനസ്സിലാക്കും. ഓക്കെ, അപ്പൊ അതിനെന്തെങ്കിലും ഡ്രോബാക്സ് ഉണ്ടെങ്കിൽ, ക്വസ്റ്റ്യൻസ് എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ അതൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പൈലറ്റ് സർവേ എന്ന് പറയുന്ന സംഭവം യൂസ് ചെയ്യുന്നത്. അപ്പൊ പൈലറ്റ് സർവേ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഓക്കെ, പൈലറ്റ് സർവേ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ക്വസ്റ്റ്യനെയർ നമ്മൾ കുറച്ച് ഒരു സ്മോൾ ഗ്രൂപ്പിലേക്ക് കൊടുക്കുന്നു എന്നുള്ളത് മാത്രം നിങ്ങൾ ഓർത്താൽ മതി. അപ്പൊ ഇതുകൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാ? ഇതുകൊണ്ടുള്ള ഗുണങ്ങൾ എന്ന് പറയുന്നത്, നമുക്ക് ക്വസ്റ്റ്യൻസിന്റെ രീതികൾ മനസ്സിലാവും അല്ലെ? ആൾക്കാർ അതിന് എങ്ങനത്തെ ഉത്തരങ്ങളായിരിക്കും തരാൻ പോകുന്നത് എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാവും. അതായത് ഓരോ ക്വസ്റ്റ്യനും എത്രമാത്രം സ്യൂട്ടബിൾ ആണ്, ആ ഒരു സിറ്റുവേഷന് എത്രമാത്രം സ്യൂട്ടബിൾ ആണെന്നും, അതുപോലെ നമ്മൾ കൊടുക്കുന്ന ഇൻസ്ട്രക്ഷൻസ്, നമ്മൾ പറയുന്ന കാര്യങ്ങൾ അവർക്ക് വ്യക്തമായിട്ട് മനസ്സിലാവുന്നുണ്ടോന്നും, അതുപോലെ എന്യൂമറേറ്റേഴ്സ് എന്ന് പറയുമ്പോൾ ഈ ഡീറ്റെയിൽസ് എടുക്കാൻ പോകുന്ന ആൾക്കാരെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്യൂമറേറ്റേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഈ എന്യൂമറേറ്റേഴ്സിന്റെ പെർഫോമൻസ് മനസ്സിലാക്കാനും, അതായത് അവര് ആൾക്കാരുടെ അടുത്ത് എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്, അവരെങ്ങനെയാണ് തിരിച്ച് റെസ്പോണ്ട് ചെയ്യുന്നത്, ഇങ്ങനത്തെ ഉള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനും ഒക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് പൈലറ്റ് സർവേ ആണെന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ഓക്കെ, പൈലറ്റ് സർവേ ആണ്. അതുപോലെ തന്നെ നമുക്ക് എത്രമാത്രം സമയവും അതുപോലെ ചെലവും ഒക്കെ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ, എത്രമാത്രം സമയവും ചെലവും ഒക്കെ ആകുമെന്ന് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിലും
നമുക്ക് ഈ പറയുന്ന പൈലറ്റ് സർവേ ഉപയോഗിക്കാം. അപ്പൊ നമ്മൾ ഈ സിനിമയൊക്കെ ഇറക്കത്തില്ലേടെ, സിനിമയൊക്കെ ഇറക്കുന്നതിന് മുമ്പ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും അതിനൊരു ടീസറും ട്രെയിലറും ഒക്കെ ഉണ്ടായിരിക്കും അല്ലെ. അപ്പം ടീസർ ഒക്കെ വന്നു കഴിഞ്ഞിട്ടായിരിക്കും ട്രെയിലർ ഒക്കെ കണ്ടിട്ട് തന്നെ നമ്മൾ ചിലപ്പം സിനിമയ്ക്കൊക്കെ പോവാറുണ്ട്. അപ്പൊ അങ്ങനെ നിങ്ങൾ ഓർത്താൽ മതി. ഓക്കെ. അപ്പൊ ഒരു സർവേയില് മെയിൻ ആയിട്ടുള്ള കാര്യത്തിലേക്ക് പോകുന്നതിന് മുൻപ്, അതായത് സെൻസസ് ഒക്കെ എടുക്കുന്നതിന് മുൻപ് നമ്മൾ മേ ബി ഈ ഒരു ക്വസ്റ്റ്യനെയർ ഒരു ചെറിയ ഗ്രൂപ്പ് ഓഫ് ആൾക്കാരിലേക്ക് അപ്ലൈ ചെയ്യും. അപ്പൊ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് പൈലറ്റ് സർവേ. അതായത് ഏകദേശം ഒരു ചെറിയൊരു ടീസറോ ട്രെയിലറോ ഒക്കെ പോലെയുള്ള ആ ഒരു സർവേ ആണ് നമ്മൾ പൈലറ്റ് സർവേ എന്ന് പറയുന്നത്. ഓക്കെ ആണോ? ഇതാണ് പൈലറ്റ് സർവേ എന്ന് പറയുന്നത്. പൈലറ്റ് സർവേ എന്താണെന്ന് അങ്ങനെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ഒന്നും ചോദിച്ച് കണ്ടിട്ടില്ല, എങ്കിൽ പോലും ഒന്ന് ഓർത്തിരിക്കുക കേട്ടോ. അപ്പൊ ഈ പ്രീ ടെസ്റ്റിംഗ് ഓഫ് ദ ക്വസ്റ്റ്യനെയർ അല്ലെങ്കിൽ പൈലറ്റ് സർവേ എന്താണെന്നുള്ളത് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പോ നമുക്കങ്ങനെ എന്ത് ചെയ്യണം? ഈ പറയുന്ന സർവേ ഇനി നടത്തണം. അപ്പൊ നമുക്ക് രണ്ട് തരത്തിലുള്ള സർവേകൾ ഉണ്ട്. ഓക്കെ. നമുക്ക് സെൻസസ് സർവേകളും ഉണ്ട്, സാമ്പിൾ സർവേകളും ഉണ്ട്. വളരെ ഇമ്പോർട്ടന്റ് ആണ്, വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ആണ് നിങ്ങൾ ഇവിടെ മാർക്ക് ചെയ്തിട്ടോ, വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അപ്പൊ നമുക്ക് സെൻസസ് സർവേയും ഉണ്ട്, സാമ്പിൾ സർവേയും ഉണ്ട്. എന്താണ് ഈ സെൻസസ് സർവേ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്? സെൻസസ് അല്ലെങ്കിൽ നമ്മൾ അതിനെ മെത്തേഡ് ഓഫ് കംപ്ലീറ്റ് എന്യൂമറേഷൻ എന്നാണ് വിളിക്കുന്നത്. മെത്തേഡ് ഓഫ് കംപ്ലീറ്റ് എന്യൂമറേഷൻ എന്നാണ് വിളിക്കുന്നത്. എന്താണ് ഈ സംഭവം? അതായത് ഇപ്പോ നമ്മൾ ഒരു ഇന്ത്യ എന്ന് പറയുന്ന ഒരു മഹാരാജ്യം എടുത്തു കഴിഞ്ഞാല് ഇവിടുത്തെ എല്ലാ ആൾക്കാരെയും എല്ലാ എലമെന്റുകളെയും ഉൾപ്പെടുത്തി നമ്മൾ ഒരു സർവേ നടത്തുവാണെങ്കിൽ ആ സർവേ നമ്മൾ വിളിക്കുന്ന പേരാണ് സെൻസസ് സർവേ അല്ലെങ്കിൽ മെത്തേഡ് ഓഫ് കംപ്ലീറ്റ് എന്യൂമറേഷൻ എന്ന് പറയുന്നത്. ഓക്കെ. അപ്പൊ ഇവിടെ നമ്മൾ ഒന്നിനെ ഒഴിവാക്കുന്നില്ല, എല്ലാത്തിനെയും നമ്മൾ ഉൾപ്പെടുത്തുകയാണെന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സെൻസസ് സർവേ എന്ന് പറയുന്നത്. നിങ്ങൾ മേ ബി നിങ്ങളുടെ വീട്ടിലെ ചില ആൾക്കാരൊക്കെ കുറെ ക്വസ്റ്റ്യനെയറുമായിട്ടൊക്കെ വന്നിട്ടുള്ളത് കണ്ടിട്ടുണ്ടായിരിക്കും അല്ലെ. അവര് വന്നിട്ട് നിങ്ങളുടെ വീട്ടിൽ എത്ര പേരുണ്ട്, നിങ്ങൾക്ക് ആർക്കൊക്കെ ജോലിയുണ്ട്, വയസ്സ് എത്ര ആണ്, ഇങ്ങനത്തെ ഉള്ള കാര്യങ്ങൾ അല്ലെ. എല്ലാ ഡീറ്റെയിൽസിനെ കുറിച്ചിട്ടും ചോദിച്ച് മനസ്സിലാക്കിയിട്ട് പോവും. അതിനെയാണ് നമ്മൾ മെത്തേഡ് ഓഫ് കംപ്ലീറ്റ് എന്യൂമറേഷൻ അഥവാ സെൻസസ് സർവേ എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോ സെൻസസ് എന്ന് പറയുമ്പോൾ അതിനകത്ത് എല്ലാ കാര്യങ്ങളും വരും. അതായത് ഒരാൾ ജനിക്കുന്നത്, മരിക്കുന്നത്, അയാളുടെ വിദ്യാഭ്യാസം, അയാൾക്ക് ജോലിയുണ്ടോ, അയാൾ എത്ര നാള് ജീവിക്കുന്നു, സൈസ്, കോമ്പോസിഷൻ, അങ്ങനത്തെ ഉള്ള എല്ലാ കാര്യങ്ങളും, നമ്മുടെ പോപ്പുലേഷനിൽ ആരൊക്കെയുണ്ട്, സ്ത്രീകൾ എത്രയാണ്, കുട്ടികൾ എത്രയാണ്, ഇങ്ങനത്തെ ഉള്ള എല്ലാ കാര്യങ്ങളും ഇൻക്ലൂഡ് ചെയ്ത് വരുന്നതിനെയാണ് നമ്മൾ സെൻസസ് എന്ന് പറയുന്നത്. ഓക്കെ. സെൻസസ് എന്ന് പറയുമ്പോൾ അതിനകത്ത് എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ഇനി നിങ്ങൾക്ക് അറിയാവുന്ന മറ്റൊരു കാര്യമുണ്ട്. നമ്മുടെ ഇന്ത്യയിലെ സെൻസസ് നടക്കുന്നത് എത്ര വർഷം കൂടിയിട്ടാണ്? വൺസ് ഇൻ 10 ഇയേഴ്സ് ആണ് അല്ലെ. അതായത് എല്ലാ 10 വർഷവും കൂടുമ്പോ ഒരു കൊല്ലമാണ് നമുക്ക് സെൻസസ് എന്ന് പറയുന്ന ആ ഒരു സംഭവം നമുക്ക് വരുന്നത്. എല്ലാ 10 വർഷം കൂടുമ്പോഴും, അതായത് വൺസ് ഇൻ 10 ഇയേഴ്സ്, 10 വർഷം കൂടുമ്പോഴും ഒരു പ്രാവശ്യമായിരിക്കും നമുക്ക് എന്ത് വരുന്നത്? സെൻസസ് വരുന്നത്. അപ്പോ ഇന്ത്യയിൽ കഴിഞ്ഞ വർഷം, അതായത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ 2021 ഒരു സെൻസസ് നടക്കേണ്ടതായിരുന്നു. പിന്നെ അന്ന് കോവിഡ് ഒക്കെ ആയതുകൊണ്ട് നമുക്ക് അൺഫോർച്ചുനേറ്റ്ലി നടത്താൻ പറ്റിയില്ല. അപ്പൊ ലാസ്റ്റ് ആയിട്ട് സെൻസസ് നടന്നത് എന്നാണെന്ന് ചോദിച്ചാൽ അത് 2011 കേട്ടോ. നമ്മുടെ ഇന്ത്യയിൽ അവസാനമായിട്ട് സെൻസസ് നടന്നത് 2011. അത് ഏകദേശം 14 വർഷങ്ങൾക്ക് മുമ്പാണ് നമുക്ക് സെൻസസ് നടന്നത്. അതിനുശേഷം സെൻസസ് നടന്നിട്ടില്ല. ഓക്കെ. അപ്പൊ ഇന്ത്യയില് എല്ലാ 10 വർഷവും കൂടുമ്പോൾ നമുക്ക് സെൻസസ് നടക്കുന്നുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നിങ്ങളുടെ എല്ലാം വീട്ടിൽ വരും അല്ലെ. ഓരോ വീടുകളും കയറി ഇറങ്ങി ഇന്ത്യയിലെ എല്ലാ വീടുകളെയും ഉൾപ്പെടുത്തിയിട്ടുള്ള അല്ലെ ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള കണക്കുകൂട്ടൽ, എന്യൂമറേഷൻ ആണ് നമുക്ക് അവിടെ കാണാൻ പറ്റുന്നത്. അപ്പൊ അതിനെയാണ് നമ്മൾ സെൻസസ് സർവേ എന്ന് പറയുന്നത്. ഓക്കെ ആണോ? സെൻസസ് സർവേയിൽ നമ്മൾ ആരെയും വിട്ട് കളയുന്നില്ല കേട്ടോ. നമ്മൾ എല്ലാവരെയും അതിനകത്ത് ഉൾപ്പെടുത്തും എന്നുള്ള കാര്യം നിങ്ങളൊന്ന് ഓർത്തിരിക്കുക. അങ്ങനെയാണെങ്കിൽ ഞാൻ ഒരു ചോദ്യം ചോദിക്കട്ടെ. ആരാ ഈ സെൻസസ് ഒക്കെ കളക്ട് ചെയ്യുകയും അത് പബ്ലിഷ് ചെയ്യുകയൊക്കെ ചെയ്യുന്നത്? ആരാണ് നമ്മളെ കുറിച്ചിട്ടുള്ള ഇത്രയും ഇൻഡെപ്ത് ആയിട്ടുള്ള ഡീറ്റെയിൽസ് ഒക്കെ കളക്ട് ചെയ്ത് അത് പ്രസിദ്ധീകരിക്കുന്ന ആൾക്കാർ ആരാന്ന് ചോദിച്ചാൽ അത് ഒരു പോസ്റ്റ് ആണ്. ആ പോസ്റ്റ് നമ്മൾ വിളിക്കുന്ന പേരാണ് രജിസ്ട്രാർ ജനറൽ ഓഫ് ഇന്ത്യ. രജിസ്ട്രാർ ജനറൽ ഓഫ് ഇന്ത്യ ആണ്
ഈ പറയുന്ന ഡേറ്റ ഒക്കെ കളക്ട് ചെയ്ത് അത് പബ്ലിഷ് ചെയ്യുന്നത് ആരാണെന്ന് ചോദിച്ചാൽ രജിസ്ട്രാർ ജനറൽ ഓഫ് ഇന്ത്യ ആണ്. വെരി ഇമ്പോർട്ടന്റ്. ഓക്കെ, അപ്പോ നമ്മൾ ഒരു സർവേയെ കുറിച്ചിട്ടാണ് പറയുന്നത്, സെൻസസ് സർവേയെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഒരു പോപ്പുലേഷന്റെ എല്ലാ എലമെന്റുകളും എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുള്ള സെൻസസ് സർവേ ആണ് നമ്മൾ സെൻസസ് സർവേ എന്ന് പറയുന്നത്. ഓർ അതർവൈസ് നോൺ ആസ് മെത്തേഡ് ഓഫ് കംപ്ലീറ്റ് എന്യൂമറേഷൻ അല്ലെ. മെത്തേഡ് ഓഫ് കംപ്ലീറ്റ് എന്യൂമറേഷൻ എന്ന് പറയുന്നു. എല്ലാ 10 വർഷം കൂടുമ്പോഴും നമുക്ക് സെൻസസ് നടത്തുന്നുണ്ട്. 2011ലാണ് ഏറ്റവും അവസാനമായിട്ട് നമ്മൾ സെൻസസ് നടത്തിയിട്ടുള്ളത്. ഇനി നിങ്ങൾ മേ ബി കേട്ടിട്ടുണ്ടായിരിക്കും 2011 സെൻസസ് പ്രകാരം 121.09 അല്ലെ, 121.09 കോടിയാണ് കേട്ടോ. ഇത്രയല്ല, 0.09 ക്രോറാണ് കേട്ടോ. ക്രോറാണ് നമ്മളുടെ ഇന്ത്യയിലെ പോപ്പുലേഷൻ എന്ന് പറയുന്നത് ആസ് പെർ ദ സെൻസസ് ഓഫ് 2011. 2011 സെൻസസ് പ്രകാരം, അതാണ് ഇപ്പൊ ലാസ്റ്റ് നടന്നിട്ടുള്ളത്. അപ്പൊ ആ സെൻസസ് പ്രകാരം 121.09 കോടിയാണ് നമ്മുടെ ഇന്ത്യയിലെ സെൻസസ് എന്ന് പറയുന്നത്, പോപ്പുലേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അത് കാണാതൊന്നും പഠിക്കേണ്ട, ഞാൻ ജസ്റ്റ് ഒരു ഇൻഫോർമേഷന്റെ ഇതിന് വേണ്ടിയിട്ട് പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പൊ സെൻസസ് ആൻഡ് സാമ്പിൾ സർവേസ് ആണ് നമ്മൾ പറയുന്നത്. അതിലെ സെൻസസ് സർവേ ആണ് പറഞ്ഞത്. മനസ്സിലായോ? മനസ്സിലായെങ്കിൽ നമുക്ക് അടുത്തതിലേക്ക് പോകാം. അടുത്തതാണ് പോപ്പുലേഷൻ എന്ന് പറയുന്നത്. പോപ്പുലേഷൻ, അല്ലെങ്കിൽ നമ്മൾ അതിനെ മറ്റൊരു പേര് പറയും യൂണിവേഴ്സ് ഇൻ സ്റ്റാറ്റിസ്റ്റിക്സ്. പോപ്പുലേഷൻ അല്ലെങ്കിൽ യൂണിവേഴ്സ് ഇൻ സ്റ്റാറ്റിസ്റ്റിക്സ്. എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്ന പോപ്പുലേഷൻ? പോപ്പുലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്തെല്ലാം കാര്യങ്ങളാണോ പഠിക്കാൻ എടുക്കുന്നത്. ഇപ്പൊ സ്റ്റാറ്റിസ്റ്റിക്സിൽ നമുക്ക് പഠിക്കാൻ ഡേറ്റ വേണമല്ലോ. ആ കംപ്ലീറ്റ് ഡേറ്റയെ നമുക്ക് പോപ്പുലേഷൻ അല്ലെങ്കിൽ യൂണിവേഴ്സ് ഇൻ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയാം. അപ്പൊ നമ്മള് സ്റ്റാറ്റിസ്റ്റിക്സിൽ എന്തെല്ലാം പഠിക്കാൻ എടുക്കുന്നോ, എന്തെല്ലാം ഐറ്റം നമ്മൾ പഠിക്കാൻ എടുക്കുന്നോ, ആ കംപ്ലീറ്റ് കാര്യങ്ങളെ നമുക്ക് എന്തായിട്ട് പറയാം? പോപ്പുലേഷൻ ആയിട്ട് പറയാം. പോപ്പുലേഷൻ അല്ലെങ്കിൽ യൂണിവേഴ്സ് ഇൻ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന പേരിൽ പറയാം. ഓക്കെ, അപ്പോ നമുക്ക് എപ്പോഴും അറിയാം, ഇപ്പോ നമ്മൾ എന്തെങ്കിലും ഇപ്പൊ ദാരിദ്ര്യവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലും ഒരു സർവേ എടുക്കാനായിട്ട് പോവുകയാണ്. അപ്പൊ ഈ പോപ്പുലേഷൻ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ആ പഠനം നടത്താൻ നമുക്ക് ആവശ്യമായിട്ടുള്ള ദരിദ്രരായിട്ടുള്ള ആൾക്കാർ വേണമല്ലോ. ഇപ്പൊ നമ്മൾ ആ സർവേ എടുക്കുന്നത് നമ്മുടെ ഇന്ത്യയിലെ ദരിദ്രരായിട്ടുള്ള ആൾക്കാരെ, പുവർ ആയിട്ടുള്ള ആൾക്കാരെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ആ പുവർ ആയിട്ടുള്ള ആൾക്കാരെ എല്ലാവരും നമ്മുടെ പോപ്പുലേഷനകത്ത് വരും. എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ അതിനെ കുറിച്ചിട്ടാണ് പഠിക്കുന്നത് അല്ലെ. അപ്പൊ അവരെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മുടെ ആദ്യത്തെ ടാസ്ക് എന്ന് പറയുന്നത്. അപ്പോ നിങ്ങൾ എപ്പോഴും ഒരു സർവേക്ക് പോകുമ്പോൾ ആദ്യം ഇപ്പൊ നിങ്ങൾ എന്തെങ്കിലും സ്പെസിഫിക് ആയിട്ടുള്ള ഒരു കാര്യത്തെ പറ്റിയിട്ടാണ് അവിടെ നോക്കുന്നതെന്നുണ്ടെങ്കിൽ അവിടെ തീർച്ചയായിട്ടും നമുക്ക് ഈ പറയുന്നത് പോലെ കുറച്ച് ആൾക്കാർ വേണം അല്ലെ. അപ്പൊ നമ്മൾ ആരെയാണോ പഠിക്കുന്നത്, നമ്മൾ ആരെ കുറിച്ചാണോ പഠിക്കുന്നത്, അവരെ നമ്മൾ വിളിക്കുന്ന പേരാണ് പോപ്പുലേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മളിപ്പം എന്താണ് ദരിദ്രരായിട്ടുള്ള ആൾക്കാരെ കുറിച്ചിട്ടാണ് പഠിക്കുന്നതെങ്കിൽ അവരെയാണ് നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന പോലെ പോപ്പുലേഷൻ ആയിട്ട് പറയുന്നത്. ഓക്കെ, പോപ്പുലേഷൻ ആയിട്ട് പറയുന്നത്. അപ്പൊ നമ്മളൊരു സാമ്പിൾ സർവേ എടുക്കുമ്പോൾ നമുക്ക് ഏറ്റവും ആദ്യം വേണ്ട എന്താന്ന് ചോദിച്ചാൽ ഈ ഒരു പോപ്പുലേഷനെ ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളതാണ്. നമുക്ക് ഏറ്റവും ആദ്യം വേണ്ടത് പോപ്പുലേഷനെ ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ആ പോപ്പുലേഷനെ കുറിച്ചിട്ടായിരിക്കും നമ്മൾ കാര്യങ്ങൾ കൂടുതലായിട്ട് പഠിക്കുന്നത്. അവർക്ക് എന്തെങ്കിലും പ്രത്യേകത ഉണ്ടായിരിക്കും. അപ്പൊ അവരെ കുറിച്ചിട്ടായിരിക്കും നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, ഇനി അടുത്തതാണ് സാമ്പിൾ. എന്താണ് സാമ്പിൾ? നിങ്ങൾ മേ ബി ഈ ലാബിലൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും അല്ലെ, ഞാൻ രക്തത്തിന്റെ സാമ്പിൾ കൊടുത്തിട്ടുണ്ട് എന്ന് കേട്ടിട്ടുണ്ടായിരിക്കും. അപ്പം നമുക്ക് ആരുടെ അടുത്തുനിന്നാണോ ഇൻഫർമേഷൻ കിട്ടേണ്ടത് അവരെ നമ്മൾ വിളിക്കുന്ന പേരാണ് സാമ്പിൾ എന്ന് പറയുന്നത്. ഓക്കെ, സാമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് ഏറ്റവും സ്പെസിഫിക് ആയിട്ട് നമുക്ക് ആരുടെ കയ്യിൽ നിന്നാണോ ഇൻഫർമേഷൻ കിട്ടേണ്ടത് അവരെയാണ് നമ്മൾ സാമ്പിൾ എന്ന് പറയുന്നത്. ഇപ്പൊ നമുക്ക് ദരിദ്രരായിട്ടുള്ള ആൾക്കാരെ വേണം, നമ്മൾ കണ്ടുപിടിച്ചു, അവരൊരു പോപ്പുലേഷൻ ഉണ്ട്. ഇനി അതിനകത്ത് തന്നെ നമുക്ക് ഏറ്റവും പാവത്തുങ്ങളായിട്ടുള്ള ആൾക്കാരെ കണ്ടുപിടിക്കണം. ആ ഏറ്റവും പാവത്തുങ്ങളായിട്ടുള്ള ആൾക്കാരിൽ നിന്നാണ് നമുക്ക് ഇൻഫർമേഷൻ കളക്ട് ചെയ്യേണ്ടത്. അവരെ നമുക്ക് സാമ്പിൾ ആയിട്ട് പറയാം. ഓക്കെ, അവരെ നമുക്ക് സാമ്പിൾ ആയിട്ട് പറയാം. ഓക്കെ, അപ്പൊ അവരെന്ന് പറഞ്ഞാൽ അവിടുത്തെ ആ ഒരു റെപ്രസെന്റേഷൻ ആണ് അല്ലെ. അവർ ആ അതിദരിദ്രരായിട്ടുള്ള ആൾക്കാരുടെ ഒരു റെപ്രസെന്റേഷൻ ആണെന്നുള്ള കാര്യം ഓർത്തു വെച്ചിരിക്കുക.
അപ്പൊ നിങ്ങൾ തന്നെ നിങ്ങളുടെ ലോജിക്കിൽ നിന്നൊന്ന് ആലോചിച്ച് നോക്കിക്കേ, ഏതായിരിക്കും ഏറ്റവും ചെറുത്? പോപ്പുലേഷൻ ആയിരിക്കുമോ സാമ്പിൾ ആയിരിക്കുമോ? തീർച്ചയായിട്ടും സാമ്പിൾ ആയിരിക്കും അല്ലെ? സാമ്പിൾ എന്ന് പറയുന്നത് പോപ്പുലേഷനെക്കാട്ടിലും ചെറുതാണ്. അങ്ങനെ ചെറുതായിട്ടിരിക്കണം, എന്നാലല്ലേ നമുക്ക് കുറച്ചുകൂടെ കൃത്യമായിട്ടുള്ള ഇൻഫർമേഷൻ കിട്ടത്തുള്ളൂ. അപ്പം ആൾക്കാർ എപ്പോഴും കുറഞ്ഞിരിക്കുന്നതാണ് നല്ലത്. അതായത് പാവത്തുങ്ങളായിട്ടുള്ള ഒരു 100 പേരുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ വളരെ കുറഞ്ഞ ചെലവില് വളരെ കുറഞ്ഞ സമയത്തിൽ നമുക്ക് അത്രയും ഇൻഫർമേഷൻ കളക്ട് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ ഒരു ഗുഡ് സാമ്പിൾ എന്ന് പറയുന്നത് എപ്പോഴും പോപ്പുലേഷനെക്കാട്ടിലും ചെറുതായിരിക്കും എന്നുള്ള കാര്യം നിങ്ങൾ മറന്നു പോകരുത്. ഓക്കെ, അപ്പൊ സാമ്പിൾ എപ്പോഴും പോപ്പുലേഷനെക്കാട്ടിലും ചെറുതായിട്ടിരിക്കുന്നതാണ് നല്ലതെന്നുള്ള കാര്യം ഓർത്തിരിക്കുക കേട്ടോ. അതായത് പോപ്പുലേഷൻ ആയിരിക്കണം എപ്പോഴും വലുതായിട്ടിരിക്കുന്നത്, ഇത് ചെറുതായിട്ടിരുന്നാൽ മതി കേട്ടോ. സാമ്പിൾ എന്ന് പറയുന്നത് എപ്പോഴും ചെറുതായിട്ടിരുന്നാൽ മതി, പോപ്പുലേഷൻ ആയിരിക്കണം വലുത് എന്നുള്ള കാര്യം നിങ്ങളൊന്ന് ഓർത്തിരിക്കുക. അപ്പൊ പോപ്പുലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ടോട്ടൽ ആൾക്കാരെയാണ് നമ്മൾ പറഞ്ഞത്. അതിനകത്ത് തന്നെ നമുക്ക് ഏറ്റവും കൃത്യമായിട്ട് എടുത്ത, അല്ലെങ്കിൽ നമുക്ക് ഇൻഫർമേഷൻ കളക്ട് ചെയ്യേണ്ട ആ ഒരു ചെറിയ ഗ്രൂപ്പ് ഉണ്ടായിരിക്കുമല്ലോ, അവരെയാണ് നമ്മൾ സാമ്പിൾ എന്ന് പറയുന്നത്. അതുപോലെ ഒരു നല്ല സാമ്പിൾ കൊണ്ട് നമ്മൾ എന്താ ഉദ്ദേശിക്കുന്നത്? ആ നല്ലൊരു സാമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കുറച്ച് പേരെ അതിനകത്ത് ഉണ്ടാവാൻ പാടുള്ളൂ. അവര് നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ കുറഞ്ഞ ചെലവിൽ നമുക്ക് തരാൻ പറ്റുന്ന ആൾക്കാരായിരിക്കണം. ഓക്കെ, അപ്പം അതിനെയാണ് നമ്മൾ പോപ്പുലേഷനും സാമ്പിളും തമ്മിലുള്ള ഒരു വ്യത്യാസമായിട്ട് പറയുന്നത്. അപ്പൊ പോപ്പുലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സർവേയിൽ ഏത് ആൾക്കാരെയാണോ ആവശ്യം അവരെ നമുക്ക് അല്ലെ, അവരെ ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ അതിനകത്ത് പറയുന്ന എല്ലാ ആൾക്കാരും, ആ ടോട്ടാലിറ്റി അല്ലെ, നമ്മൾ പഠിക്കുന്ന എല്ലാ ആൾക്കാരെയും നമുക്ക് പോപ്പുലേഷൻ എന്ന് പറയാം. ഇനി അതിനകത്ത് ആ സ്പെസിഫിക് ആയിട്ട് നമ്മൾ പഠിക്കുന്ന ആൾക്കാരെ നമുക്ക് എന്തെന്ന് പറയാം? സാമ്പിൾ എന്നും പറയാം. നിങ്ങളുടെ ടെക്സ്റ്റ് എടുത്തു കഴിഞ്ഞാലേ അതിനകത്ത് ഒരു ചെറിയ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ചുരാചാന്ദ്പൂർ എന്ന് പറയുന്ന മണിപ്പൂരിലെ ഒരു സ്ഥലത്ത് ഉള്ള ഈ കൃഷിക്കാരുടെ അതായത് കർഷക തൊഴിലാളികളുണ്ടല്ലോ, അവരുടെ പ്രശ്നങ്ങൾ, സാമ്പത്തിക പ്രശ്നങ്ങൾ നമുക്ക് മനസ്സിലാക്കണം. അപ്പൊ അതിനെക്കുറിച്ച് ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതൊരു റിസർച്ച് പ്രോബ്ലം ആണ്, നമുക്ക് റിസർച്ച് ചെയ്യേണ്ട സബ്ജക്റ്റ് ആണ് ആ കൊടുത്തിരിക്കുന്നത്. ഇനി അവിടുത്തെ പോപ്പുലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവിടുത്തെ എല്ലാ അഗ്രികൾച്ചറൽ ലേബറേഴ്സും, അവിടെ ജോലി ചെയ്യുന്ന എല്ലാ കൃഷിക്കാരും നമുക്ക് ഈ പറയുന്ന പോപ്പുലേഷൻ ആണ്. അപ്പൊ അവിടുത്തെ എല്ലാ കർഷകരെയും നമ്മൾ അതിനകത്ത് ഉൾപ്പെടുത്തും. ഇനി നമുക്ക് അതിനകത്ത് നിന്ന് ഒരു 10% ആൾക്കാരുടെ വിവരം കളക്ട് ചെയ്താൽ മതി എന്നുണ്ടെങ്കിൽ നമുക്ക് അതിനെ സാമ്പിൾ എന്ന് വിളിക്കാം. ഇപ്പൊ നിങ്ങൾക്ക് വ്യക്തമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പോപ്പുലേഷൻ എന്ന് പറയുന്നത് ഒരു വലിയ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ആണ്. അതിനകത്തുനിന്ന് നമുക്ക് ഇൻഫർമേഷൻ കളക്ട് ചെയ്തെടുക്കേണ്ട ആൾക്കാരുടെ എണ്ണത്തെയാണ് നമ്മൾ സാമ്പിൾ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ ആണോ? അപ്പൊ ഇത് കുറച്ചുകൂടെ ഈ നമ്മൾ എടുക്കുന്ന മിക്കവാറും എല്ലാ സർവേകളും സാമ്പിൾസ് ആണ് കേട്ടോ. ഈ സാമ്പിൾ സർവേ ആണ് നമ്മൾ കൂടുതലും എടുക്കുന്നത്. അതായത് നമുക്ക് ആവശ്യമായിട്ടുള്ള വിവരങ്ങൾ ആവശ്യമുള്ളവരുടെ കയ്യിൽ നിന്ന് വാങ്ങിയാൽ പോരെ. നമുക്ക് എല്ലാവരെയും നോക്കി ഇത്ര ഒരു 10,000 പേരുണ്ടെങ്കിൽ അവരുടെ 1000 പേരുടെയും കളക്ട് ചെയ്ത് വരുമ്പോഴത്തേക്കും ഒരുപാട് സമയം പോകും. അപ്പൊ നമുക്ക് വളരെ കുറഞ്ഞ ചെലവിൽ കൂടുതൽ ഇൻഫർമേഷൻ കറക്റ്റ് ആയിട്ട് കിട്ടുന്നുണ്ടെങ്കിൽ അതിന് നമുക്ക് ഏറ്റവും സ്യൂട്ടബിള് ഈ സാമ്പിൾ ആണെന്നുള്ള കാര്യം ഓർത്തു വെച്ചിരിക്കുക. പോപ്പുലേഷൻ ആ ചുരാചാന്ദ്പൂർ എന്ന് പറയുന്ന സ്ഥലം, ഇപ്പൊ നിങ്ങളുടെ അടുത്തുള്ള സ്ഥലം, ഇപ്പൊ കൊല്ലം ജില്ല ആയിക്കോട്ടെ അല്ലെ പാലക്കാട് ആയിക്കോട്ടെ, നിങ്ങൾ അവിടുത്തെ മൊത്തം കർഷകരെ എടുക്കുമ്പോൾ അത് പോപ്പുലേഷനും, എന്നാൽ നിങ്ങൾ അതിനകത്തുനിന്ന് ഒരു 20% അല്ലെ 50% ആൾക്കാരെ എടുത്ത് പഠിക്കുമ്പോൾ അത് സാമ്പിളും ആണെന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ഓക്കെ ആണോ? ഓക്കെ ആണെങ്കിൽ നമുക്ക് രണ്ട് തരത്തിലുള്ള സാമ്പിളിങ്ങുകളെ കുറിച്ച് പഠിക്കണം. ഓക്കെ, അപ്പൊ നമ്മുടെ അടുത്ത് എക്സാമ്പിൾ ചിലപ്പം 2 types ഓഫ് സാമ്പിളിങ്സിനെ കുറിച്ച് ചോദിക്കും. 2 types ഓഫ് സാമ്പിളിംഗ്. ഓക്കെ, രണ്ട് തരത്തിലുള്ള സാമ്പിളിങ്ങുകളെ കുറിച്ചിട്ട് നമ്മുടെ അടുത്ത് എക്സാമിന് ചോദിക്കും. അപ്പൊ നമ്മൾ എഴുതേണ്ട ഒന്നാമത്തേതാണ് ദേ ഈ കൊടുത്തിരിക്കുന്ന റാൻഡം സാമ്പിളിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യം നോക്കേണ്ട സംഭവമാണ് ഇവിടെ കൊടുത്തിരിക്കുന്ന റാൻഡം സാമ്പിളിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ റാൻഡം സാമ്പിളിംഗ് ആണ് നമുക്ക് ഫസ്റ്റ് ഉള്ള എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. എന്താണ് റാൻഡം സാമ്പിളിംഗ്? ആ പേര് തന്നെ ഉണ്ട്, നിങ്ങൾ ആ പേരൊന്ന് ശ്രദ്ധിച്ചേ. റാൻഡം ആണ്, റാൻഡം ആണ്. ഓക്കെ, റാൻഡം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ ആർക്കും ഒരു എഡ്ജ് കൊടുക്കുന്നില്ല, അവിടെ ആർക്കും നമ്മൾ ഒരു ആരോടും പാർഷ്യാലിറ്റി കാണിക്കുന്നില്ല. എല്ലാവർക്കും അവിടെ സെലക്ട് ചെയ്യപ്പെടാനുള്ള സാധ്യതയുണ്ട്. ഇപ്പം നിങ്ങൾക്ക് ഞാൻ നല്ലൊരു എക്സാമ്പിൾ പറയാനാണെന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ ക്ലാസ്സിൽ ഒരു ലീഡറിനെ സെലക്ട് ചെയ്യാൻ പോവാണ്. നിങ്ങളുടെ ക്ലാസ്സിൽ ഒരു ലീഡറിനെ സെലക്ട് ചെയ്യാൻ പോകുമ്പോൾ അവിടെ എങ്ങനെയായിരിക്കും?
ഇപ്പൊ ടീച്ചർ എല്ലാവരുടെയും, ഇപ്പൊ നിങ്ങളുടെ ക്ലാസ്സിൽ ഒരു 20 കുട്ടികൾ ഉണ്ടെങ്കിൽ 20 കുട്ടികളുടെയും പേരെഴുതി ഒരു ബോക്സിൽ ഇട്ടിട്ട് ജസ്റ്റ് അതിനകത്ത് നിന്ന് ഒരാളെ പിക്ക് ചെയ്യാൻ പറയാണ്. ഈ ഒരു മെത്തേഡിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ലോട്ടറി മെത്തേഡ് എന്ന് പറയുന്നത്. നിങ്ങൾ മേ ബി കേട്ടിട്ടുണ്ടായിരിക്കും, ലോട്ട് ഇട്ട് എടുക്കുക എന്നൊക്കെ പറയും. ലോട്ടറി മെത്തേഡ് ആണ്. ഇവിടെ എന്താണ്, ഇവിടെ നമ്മൾ ആരോടും പക്ഷാഭേദം കാണിക്കുന്നില്ല. എല്ലാവർക്കും ഒരുപോലെ എന്ത് ചെയ്യാൻ സാധ്യതയുണ്ട്, ആര് വേണമെങ്കിലും ലീഡർ ആവാൻ സാധ്യതയുണ്ട്. ഏറ്റവും നന്നായിട്ട് പഠിക്കുന്ന കുട്ടിയോ പഠിക്കാത്ത കുട്ടിയോ ക്ലാസ്സിലെ അലമ്പനോ ആരും ആയിക്കോട്ടെ, ഏറ്റവും ഡീസന്റ് ആയിട്ടുള്ള കുട്ടിയോ, ആർക്ക് വേണമെങ്കിലും ആരാവാൻ പറ്റും, ലീഡർ ആവാനായിട്ട് പറ്റും. ഇപ്പൊ റാൻഡം സാമ്പിളിംഗ് എന്ന് പറയുമ്പോൾ റാൻഡം ആയിട്ട് നമ്മൾ ഒരാളെ ചൂസ് ചെയ്യുന്നു എന്നുള്ളത് മാത്രമാണ് അവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരുടെ എന്തെങ്കിലും വിവരം അറിയണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു, ആരോടും ഒരു പ്രത്യേക സ്നേഹമോ കൂടുതൽ കാണിക്കാതെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരാളെ ചൂസ് ചെയ്യുന്നു. അപ്പൊ അവിടെ ആർക്ക് വേണമെങ്കിലും അല്ലെ, ഈക്വൽ ചാൻസ് ആണ്, എല്ലാവർക്കും ഒരേ തുല്യ ചാൻസ് ആണ് അവിടെ കിട്ടുന്നത്. ആർക്ക് വേണമെങ്കിലും ക്ലാസ്സിൽ ലീഡർ ആവാം, ആർക്ക് വേണമെങ്കിലും സർവേയുടെ ഭാഗമാകാം. ഓക്കെ, അപ്പൊ ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് റാൻഡം സാമ്പിളിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ റാൻഡം സാമ്പിളിംഗ് എന്താണെന്ന് മനസ്സിലായോ? ഇതിനെ നമ്മൾ വളരെ സിമ്പിൾ ആയിട്ട് ലോട്ടറി മെത്തേഡ് എന്ന് പറയും കേട്ടോ. അപ്പൊ ലോട്ടറി മെത്തേഡ് വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. വളരെ ഇമ്പോർട്ടന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുള്ള ഒരു ഏരിയ ആണ്, ശ്രദ്ധിച്ചോളുക. ഇപ്പൊ റാൻഡം സാമ്പിളിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കുറെ ആൾക്കാർക്ക് ഈക്വൽ ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റി കൊടുക്കുന്നു, അവർക്ക് സെലക്ട് ആവാനുള്ള അവസരം കൊടുക്കുന്നു. ഇപ്പൊ ലോട്ടറി മെത്തേഡ് ഇവിടെ നമുക്ക് ഉപയോഗിക്കാം. ഓക്കെ, അപ്പം ഇവിടെ നമ്മൾ ആരോടും ഒരു പ്രത്യേക സ്നേഹം കാണിക്കുന്നില്ല എന്നുള്ളത് നിങ്ങൾ ഓർത്താൽ മതി. എല്ലാവർക്കും സർവേയുടെ ഭാഗമാകാം, ആർക്ക് വേണമെങ്കിലും സർവേയുടെ ഭാഗമാകാം. നമ്മളവിടെ പാർഷ്യാലിറ്റി ഒന്നും കാണിക്കുന്നില്ല എന്നുള്ളതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനി അടുത്തതാണ് നോൺ റാൻഡം സാമ്പിളിംഗ്. എന്തായിരിക്കും? നോൺ റാൻഡം സാമ്പിളിംഗില് നിങ്ങൾക്ക് എന്തില്ല, ഈക്വൽ ചാൻസ് ഓഫ് ബീങ് സെലക്ടഡ്. അതായത് സെലക്ട് ചെയ്യാനുള്ള ചാൻസ് എല്ലാവർക്കും ഒരുപോലെയല്ല. അതിനെയാണ് നമ്മൾ നോൺ റാൻഡം സാമ്പിളിംഗ്. നിങ്ങൾ റാൻഡം സാമ്പിളിംഗ് പഠിച്ചാൽ മതി, അതിന് നേരെ ഓപ്പോസിറ്റ് ആണ് നോൺ റാൻഡം സാമ്പിളിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ റാൻഡം സാമ്പിളിംഗിൽ എല്ലാവർക്കും ഈക്വൽ ചാൻസ് ആണെങ്കിൽ നോൺ റാൻഡം സാമ്പിളിംഗിൽ ആർക്കും ഈക്വൽ ചാൻസ് ഉണ്ടാവത്തില്ല. ഇപ്പോ ഒരു എക്സാമ്പിൾ പറയാന്നുണ്ടെങ്കിൽ, ഇപ്പൊ എന്റെ അടുത്ത് വന്നിട്ട് ഒരാൾ ചോദിക്കുക, എടോ തന്റെ ഈ പരിസരത്ത് ഈ അടുത്തുള്ള ആരൊക്കെയുണ്ട് ഈ പഠിക്കാനൊക്കെ ബുദ്ധിമുട്ടുള്ള കുട്ടികള്, ഫൈനാൻഷ്യലി ഭയങ്കര പ്രശ്നമുള്ള കുട്ടികൾ ഉണ്ടോ എന്ന് ആരെങ്കിലും എന്റെ അടുത്ത് വന്ന് ചോദിക്കുമ്പോൾ ഞാൻ എന്റെ വീട്ടുകാരുടെയൊക്കെ പേര് പറഞ്ഞു കൊടുക്കുവാണെങ്കിൽ അതൊരു നോൺ റാൻഡം സാമ്പിളിംഗ് ആണ്. കാരണം അവിടെ എന്റെ ഒരു ജഡ്ജ്മെന്റ് ഞാൻ നോക്കുന്നുണ്ട് അല്ലെ, അല്ലെങ്കിൽ എനിക്കറിയാവുന്ന ആൾക്കാരെയാണ് ഞാൻ അവിടെ പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോ ചിലപ്പം എന്റെ ബന്ധുക്കളെക്കാട്ടിലും പാവത്തുങ്ങളായിട്ടുള്ള ആൾക്കാരുണ്ടായിരിക്കും. അപ്പൊ അവർക്ക് അവരുടെ ചാൻസ് മിസ്സാവുകയാണ്. ഇപ്പൊ നോൺ റാൻഡം സാമ്പിളിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എല്ലാവർക്കും ഒരേ ചാൻസ് അല്ല എന്നുള്ള കാര്യം നിങ്ങൾ ഓർത്തിരിക്കുക. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ഒരേ ചാൻസ് അല്ല, പകരം അത് എന്തെങ്കിലും ഈ പറയുന്നത് പോലെ അവർക്ക് ഇഷ്ടമുള്ള, അതായത് ഈ ഇൻവെസ്റ്റിഗേറ്റേഴ്സിന് ഇഷ്ടമുള്ള ആൾക്കാരെയൊക്കെ സെലക്ട് ചെയ്യുന്ന ഒരു രീതിയായിരിക്കും കേട്ടോ. ഇപ്പൊ ഇൻവെസ്റ്റിഗേറ്ററിന്റെ ആ ഒരു ജഡ്ജ്മെന്റ് സംഭവങ്ങളും ഒക്കെ വരുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, നോൺ റാൻഡം സാമ്പിളിംഗ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ റാൻഡം സാമ്പിളിംഗ് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഈക്വൽ ചാൻസ് ആണ്, അതിനെ നമ്മൾ ലോട്ടറി മെത്തേഡ് എന്ന് പറയുന്നു. എന്നാൽ നോൺ റാൻഡം സാമ്പിളിംഗ് എന്ന് പറയുമ്പോൾ ഈക്വൽ ചാൻസ് അല്ല, ഇൻവെസ്റ്റിഗേറ്ററിന് ഇഷ്ടമുള്ള ആൾക്കാരെയൊക്കെ ആയിരിക്കും അവർ എടുക്കുന്നത്. അങ്ങനത്തെ ഉള്ള പ്രശ്നങ്ങൾ വരും കേട്ടോ. അപ്പൊ അതിനെയാണ് നമ്മൾ നോൺ റാൻഡം സാമ്പിളിംഗ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഈ റാൻഡം സാമ്പിളിംഗും നോൺ റാൻഡം സാമ്പിളിംഗും നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി നമുക്ക് സാമ്പിളിംഗ് ആൻഡ് നോൺ സാമ്പിളിംഗ് എറേഴ്സിനെ കുറിച്ചിട്ട് കൂടെ നോക്കണം. എന്താണ് സാമ്പിളിംഗ് എറേഴ്സ്, എന്താണ് നോൺ സാമ്പിളിംഗ് എറേഴ്സ് എന്നുള്ളത് നമുക്ക് നോക്കണം. ഓക്കെ, അപ്പോ നമ്മൾ സാമ്പിളിംഗ് ചെയ്യുന്നതിന്റെ, സാമ്പിൾ എടുക്കുന്നതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് തന്നെ നമുക്ക് ഒരു ഏകദേശ വാല്യൂ, അതായത് ഒരു പോപ്പുലേഷന്റെ ഏകദേശ വാല്യൂ കിട്ടുക, അല്ലെങ്കിൽ അതിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക എന്നുള്ളതാണ് നമ്മൾ സാമ്പിൾ സർവേ ചെയ്യുന്നതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത്. എന്നാൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ, നമ്മൾ എടുക്കുന്ന വിവരവും നമുക്ക് കിട്ടുന്ന വാല്യൂവും ആക്ച്വലി ഉള്ള വാല്യൂവും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടായാൽ അത് ഒരു സാമ്പിളിംഗ് എറർ ആയിട്ട് കണ്ടിന്യൂ ചെയ്യും. അപ്പൊ സാമ്പിളിംഗ് എറർ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആക്ച്വൽ വാല്യൂ, അത് ഞാൻ എ ബി എന്ന് എടുക്കുകയാണെ,
AV മൈനസ് EV. അതായത് ആക്ച്വൽ വാല്യൂവിൽ നിന്ന് ഈ പറയുന്ന എസ്റ്റിമേറ്റഡ് വാല്യൂ കുറയ്ക്കുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് എന്തെന്ന് പറയുന്നത്, സാമ്പിളിംഗ് എറർ എന്ന് പറയുന്നത്. അതായത് ഒരു പോപ്പുലേഷന്റെ യഥാർത്ഥത്തിൽ അവർക്ക് കിട്ടേണ്ട ആ ഒരു വാല്യൂ ഉണ്ടായിരുന്നു അല്ലെ. അതായത് ഇപ്പൊ നമ്മൾ ഒരു 10-100 പേരുടെ സാമ്പിൾ എടുത്തപ്പോൾ അതിനകത്ത് ആക്ച്വലി വരേണ്ട വാല്യൂ അല്ല നമുക്ക് കിട്ടിയത്. നമുക്ക് കിട്ടിയ വാല്യൂവും ആക്ച്വലി വരേണ്ട വാല്യൂവും തമ്മിൽ കുറച്ച് വ്യത്യാസം ഉണ്ടായിരുന്നു. അപ്പൊ ആ വ്യത്യാസത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് സാമ്പിളിംഗ് എറർ എന്ന് പറയുന്നത്. ഓക്കെ, സാമ്പിളിംഗ് എറർ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഈ സാമ്പിളിംഗ് എറർ ഒഴിവാക്കാൻ പറ്റുമോടെ? തീർച്ചയായിട്ടും നമുക്ക് ഈ സാമ്പിളിംഗ് എറർ ഒഴിവാക്കാൻ പറ്റും. എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഒരു ലാർജർ സാമ്പിൾ എടുത്താൽ മതി. അതായത് നമ്മള് ഇൻഫർമേഷൻ കളക്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാരുടെ എണ്ണം കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സാമ്പിളിംഗ് എറർ കുറയ്ക്കാൻ പറ്റും. ഇത് നല്ലൊരു പോയിന്റ് ആണ് കേട്ടോ. അപ്പൊ സാമ്പിളിംഗ് എറർ കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി, നമ്മൾ ഈ പറയുന്ന സാമ്പിളിന്റെ എണ്ണം കൂട്ടിയാൽ മതി. അപ്പോ സാമ്പിളിംഗ് എറർ എന്താണെന്ന് ചോദിച്ചാൽ ഡിഫറൻസ് ആണ് ബിറ്റ്വീൻ ദ ആക്ച്വൽ വാല്യൂ ഓഫ് ദ പാരാമീറ്റർ ഓഫ് ദ പോപ്പുലേഷൻ, അതുപോലെ എസ്റ്റിമേറ്റ്. അതായത് എസ്റ്റിമേറ്റ്, സാമ്പിളിൽ നിന്നുള്ള എസ്റ്റിമേറ്റും പോപ്പുലേഷന്റെ മൊത്തത്തിലുള്ള വാല്യൂവും തമ്മിലുള്ള ആ ഒരു വ്യത്യാസത്തെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, സാമ്പിളിംഗ് എറേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ ആണോ? സാമ്പിളിംഗ് എറർ. അങ്ങനെയാണെങ്കിൽ നോൺ സാമ്പിളിംഗ് എറർ എന്താണ്? ഈ സാമ്പിളിംഗ് എറർ അത്ര സീരിയസ് അല്ല. കാരണം എന്താന്ന് വെച്ചാൽ നമുക്ക് ഒരു ലാർജർ സാമ്പിൾ എടുത്തു കഴിഞ്ഞാൽ, അതായത് പോപ്പുലേഷൻ ഒരു 100 പേരുണ്ട്, നമ്മൾ പഠിക്കാൻ എടുത്തത് ഒരു 10 പേരെയാണ്, നമ്മുടെ സാമ്പിൾ എന്ന് പറയുന്നത് 10 പേരുമാണ്. നമ്മൾ ഈ 10ൽ നിന്ന് കൂട്ടി ഒരു 50 ആക്കി കഴിഞ്ഞാൽ നമുക്ക് ഈ സാമ്പിളിംഗ് എറേഴ്സ് ഒരു പരിധി വരെ ഒഴിവാക്കാനായിട്ട് പറ്റും. പക്ഷെ നോൺ സാമ്പിളിംഗ് എറേഴ്സ് അങ്ങനെയല്ല. നോൺ സാമ്പിളിംഗ് എറേഴ്സ് മിനിമൈസ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് അത് കുറച്ചുകൂടെ സീരിയസ് ആണ്. അതായത് നിങ്ങളുടെ അടുത്ത് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്, ഈ സാമ്പിളിംഗ് എറർ ആണോ നോൺ സാമ്പിളിംഗ് എറർ ആണോ സീരിയസ് എന്ന് ചോദിച്ചാൽ നിങ്ങൾ കണ്ണും പൂട്ടി പറയണം നോൺ സാമ്പിളിംഗ് എറേഴ്സ് ആണ്. കാരണം സാമ്പിളിംഗ് എറർ നമുക്ക് കുറച്ചുകൂടെ എളുപ്പത്തിൽ കാര്യങ്ങൾ എന്താണ് ഡീലാക്കാൻ പറ്റും, അല്ലെങ്കിൽ ആ സാമ്പിളിംഗ് എറർ കുറയ്ക്കാൻ പറ്റും. പക്ഷേ നമുക്ക് നോൺ സാമ്പിളിംഗ് എറർ അങ്ങനെ കുറയ്ക്കാനായിട്ട് പറ്റത്തില്ല. അപ്പൊ ഇവിടെ വരുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? ഇവിടെ വരുന്ന പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ നോൺ സാമ്പിളിംഗ് എറേഴ്സിന്റെ എക്സാമ്പിളുകളാണ്. ഫസ്റ്റ് ഓഫ് ഓൾ, സാമ്പിളിംഗ് ബയസ് എന്ന് പറയുന്ന ഒരു പ്രശ്നം വരും. അതായത് നമുക്ക് ഈ പറയുന്ന എന്താണ് സാമ്പിളിംഗ് ബയസ് കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാല്, നമുക്കൊരു ലാർജസ്റ്റ് പോപ്പുലേഷനെ എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഈ സാമ്പിളിൽ ഉൾപ്പെടുത്താനായിട്ട് പറ്റത്തില്ല അല്ലെ. നമുക്ക് ഇപ്പൊ ഒരു 100 പേരുണ്ടെങ്കിൽ ആ 100 പേരെ നമുക്ക് ഈ പറയുന്ന സാമ്പിളിലേക്ക് ഉൾപ്പെടുത്താൻ പറ്റത്തില്ല. അപ്പൊ അത് അവിടുത്തെ ഒരു പ്രശ്നമാണ്. അപ്പൊ സാമ്പിളിംഗ് ബയസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്നത്, നമുക്ക് ആ ഒരു 100 പേരുണ്ടെങ്കിൽ 100 പേരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഈ സാമ്പിളിലേക്ക് ഉൾപ്പെടുത്താനായിട്ട് പറ്റത്തില്ല. അപ്പൊ അതിനെയാണ് നമ്മൾ സാമ്പിളിംഗ് ബയസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇപ്പൊ ലാർജർ പോപ്പുലേഷനെ നമുക്ക് സാമ്പിളിലേക്ക് കൊണ്ടുവരാനായിട്ട് പറ്റത്തില്ല. രണ്ടാമത്തത് നോൺ റെസ്പോൺസ് എറേഴ്സ് ആണ്. അതായത് നമ്മൾ വലിയ കാര്യത്തെ ക്വസ്റ്റ്യനെയർ ഒക്കെ കൊടുക്കും, പക്ഷെ ആൾക്കാർ കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യത്തില്ല, റെസ്പോൺസ് തരത്തില്ല. നമ്മൾ ഇന്നലെ മറ്റേ പല മോഡ് ഓഫ് ഡേറ്റ കളക്ഷൻ പഠിച്ചപ്പോൾ അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ മറ്റേ മെയിലിംഗ് ക്വസ്റ്റ്യനെയർ അല്ലെ, ക്വസ്റ്റ്യനെയർ ഒക്കെ മെയിൽ വഴി അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ ആൾക്കാർ ചിലപ്പോൾ അത് മൈൻഡ് ചെയ്യാതെ വിടും. അപ്പം നോൺ റെസ്പോൺസ് എറേഴ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നതും അത് തന്നെയാണ്. അതായത് ഇപ്പം ഈ പറയുന്ന എന്താണ് ഏതെങ്കിലും ഒരു കാര്യം, ഏതെങ്കിലും സാമ്പിളിൽ എന്തെങ്കിലും ഒരു കാര്യം, ഈ പറയുന്ന ക്വസ്റ്റ്യനെയറിൽ എന്തെങ്കിലും ഒരു കാര്യം അവരെ റെസ്പോണ്ട് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അതൊന്നും ഈ പറയുന്ന ഡേറ്റയിൽ നമുക്ക് കളക്ട് ചെയ്തെടുക്കാൻ പറ്റില്ല അല്ലെ. ഇപ്പൊ നോൺ റെസ്പോൺസ് എറേഴ്സ് എന്ന് പറയുന്ന ഒരു സംഭവം വരും. ആൾക്കാർ റെസ്പോണ്ട് ചെയ്തില്ലെങ്കിൽ അതിന്റെ ഒരു ഗ്യാപ്പ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. അപ്പൊ അത് രണ്ടാമത്തെ ഒരു നോൺ സാമ്പിളിംഗ് എറേഴ്സ് ആണ്. ഇപ്പൊ എന്റെ അടുത്ത് എന്തെങ്കിലും ഒരു സുപ്രധാനമായ ചോദ്യം ചോദിച്ചു, ഞാൻ അതിന് ഉത്തരം കൊടുക്കാതെ വെച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും നമ്മുടെ സാമ്പിളിൽ ഒരുപാട് വ്യത്യാസങ്ങൾ അല്ലെങ്കിൽ തെറ്റ് വരുത്താനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അതിനെയാണ് നമ്മൾ നോൺ റെസ്പോൺസ് എറേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ആദ്യത്തേത് സാമ്പിളിംഗ് ബയസ് ആണ്, രണ്ടാമത്തേത് നോൺ റെസ്പോൺസ് എറേഴ്സ് ആണ്. മൂന്നാമത്തേത് ഡേറ്റ അക്വിസിഷന് വരുന്ന തെറ്റുകളാണ്. ഡേറ്റ അക്വിസിഷനിൽ വരുന്ന തെറ്റുകൾ എന്ന് പറയുമ്പോൾ തെറ്റായിട്ടുള്ള ഇൻഫർമേഷൻ കൊടുക്കുക എന്നുള്ളത്. ഓക്കെ, തെറ്റായിട്ടുള്ള ഇൻഫർമേഷൻ കൊടുക്കുന്നത് വഴി അങ്ങനെ നമ്മുടെ സാമ്പിളിൽ ഒരുപാട് തെറ്റുകൾ വരാറുണ്ട്. സോ സാമ്പിളിംഗ് ബയസ്, നോൺ റെസ്പോൺസ് എറേഴ്സ്,
എറേഴ്സ് ഇൻ ഡേറ്റ അക്വസിഷൻ ഒക്കെ നമുക്ക് നോൺ സാമ്പിളിംഗ് എറേഴ്സിന്റെ കുറ്റങ്ങളായിട്ട് പറയാൻ പറ്റുന്നതാണ്. ഓക്കെ, അപ്പൊ നോൺ സാമ്പിളിംഗ് എറേഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ സാമ്പിളിംഗ് എറേഴ്സിനെക്കാട്ടിലും സീരിയസ് ആണെന്ന് പറഞ്ഞാൽ ഈ പ്രശ്നങ്ങളൊന്നും നമുക്ക് അത്ര പെട്ടെന്ന് അങ്ങോട്ട് പരിഹരിക്കാൻ പറ്റുന്നതല്ല. ഓക്കെ, സാമ്പിളിംഗ് ബയസ് എന്ന് പറയുമ്പോൾ നമ്മൾ 100 പേരുടെ പോപ്പുലേഷനിൽ നിന്ന് 10 പേരെ എടുത്ത് പഠിക്കുന്നുള്ളൂ, അതൊരു പ്രശ്നമാണ്. അതുപോലെ തന്നെ നമ്മൾ കൊടുക്കുന്ന കാര്യങ്ങൾക്ക് കൃത്യമായിട്ട് ഉത്തരം തരാത്തത് ഒരു പ്രശ്നമാണ്. തെറ്റായിട്ടുള്ള ഉത്തരങ്ങൾ തരികയോ അല്ലെ തെറ്റായിട്ടുള്ള രീതിയിൽ വല്ലതും നമ്മൾ ഡേറ്റ എടുക്കുകയോ കളക്ട് ചെയ്യുകയോ ചെയ്താൽ അതും പ്രശ്നമാണ്. സോ ഇതെല്ലാം നോൺ സാമ്പിളിംഗ് എറേഴ്സിനകത്ത് വരുന്ന കാര്യങ്ങളാണ്. പഠിച്ചു വെച്ചിരിക്കുക കേട്ടോ, നോൺ സാമ്പിളിംഗ് എറേഴ്സിൽ വരുന്ന കാര്യങ്ങളാണ്. അപ്പൊ നമ്മൾ ഇന്ന് പഠിച്ചത് എന്തൊക്കെയാണ്? ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ പൈലറ്റ് സർവേ എന്താണെന്ന് പറഞ്ഞു. അതായത് ഒരു ക്വസ്റ്റ്യനെയർ കൊടുത്തിട്ട് നമ്മൾ ആ ക്വസ്റ്റ്യനെയർ എങ്ങനെയുണ്ടെന്ന് മനസ്സിലാക്കാൻ ഫിലിമിന്റെ ട്രെയിലർ ഓർത്താൽ മതി എന്ന് പറഞ്ഞു. അതിനുവേണ്ടി നമ്മൾ കുറച്ച് ആൾക്കാരിലേക്ക് കൊടുക്കുന്നു. അതിനുശേഷം സെൻസസ് സർവേ എന്താണ്, സാമ്പിൾ സർവേ എന്താണ്. സെൻസസ് എന്ന് പറയുമ്പോൾ എല്ലാ ഡീറ്റെയിൽസും ഉൾപ്പെടുത്തുന്നതാണ് അല്ലെ. സാമ്പിൾ സർവേ എന്ന് പറയുമ്പോൾ എല്ലാ ഇതും ഉൾപ്പെടുത്തത്തില്ല. നമ്മൾ ഒരു പോപ്പുലേഷന്റെ ഒരു ഇത്ര ഭാഗത്തെ മാത്രം എടുത്ത് പഠിക്കുന്നതിനെയാണ് നമ്മൾ സാമ്പിൾ എന്ന് പറയുന്നത്. 2 ടൈപ്പ് ഓഫ് സാമ്പിളിംഗ് ഉണ്ട് നമുക്ക്. റാൻഡം സാമ്പിളിംഗും ഉണ്ട്, അതുപോലെ എന്താണ് നോൺ റാൻഡം സാമ്പിളിംഗും ഉണ്ട്. ഓക്കെ, അപ്പൊ അതിനകത്ത് റാൻഡം സാമ്പിളിംഗ് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും തുല്യമായിട്ട് സെലക്ട് ചെയ്യാനുള്ള ഇത് കിട്ടുന്നു, ലോട്ടറി മെത്തേഡ്. അതുപോലെ നോൺ റാൻഡം സാമ്പിളിംഗ് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഈക്വൽ ചാൻസ് കിട്ടുന്നില്ല എന്നുള്ളത് ഓർക്കുക. സാമ്പിളിങ്ങും നോൺ സാമ്പിളിങ്ങും എന്ന് പറയുമ്പോൾ സാമ്പിളിംഗ് എറേഴ്സ് എന്ന് പറയുമ്പോൾ ആക്ച്വൽ വാല്യൂ എസ്റ്റിമേറ്റഡ് വാല്യൂ തമ്മിലുള്ള ഒരു വ്യത്യാസമാണ്. അത് നമുക്കൊരു ലാർജർ സാമ്പിൾ എടുത്തു കഴിഞ്ഞാൽ പ്രശ്നം നമുക്ക് പരിഹരിക്കാൻ പറ്റും. അതുപോലെ നോൺ സാമ്പിളിംഗ് എറേഴ്സ് എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ സീരിയസ് ആണ്. അതിനകത്ത് സാമ്പിളിംഗ് ബയസ് വരുന്നു, നോൺ റെസ്പോൺസ് എറേഴ്സ് വരുന്നുണ്ട്, പിന്നെ നമ്മൾ ഡേറ്റ കളക്ട് ചെയ്യുന്നതിനകത്ത് വരുന്ന എറേഴ്സ് വരുന്നുണ്ട്. അപ്പോ അത്രയും അടുത്ത ക്ലാസ്സിൽ പഠിച്ചിട്ട് വരിക. ഇനി ഒരു ചെറിയ ടോപ്പിക് കൂടെ ആകുമ്പോഴത്തേക്കും നമ്മുടെ ചാപ്റ്റർ തീരും. അതിനുശേഷം നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ വർക്ക്ഔട്ട് ചെയ്യാം. താങ്ക് യു.